ചില്ല് 3000. ആകെ 8000. എന്തത് 8000 നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടൻ കൊടുത്തോളൂ. കുഞ്ഞപ്പേട്ടനാ? എങ്ങനെ? ഹോട്ടലിൽ ഉൾനാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും ഇഡ്ലിക്കും പുട്ടിനും പഴത്തിനും ഒക്കെ വരും. അപ്പോ അല്ല, അപ്പോൾ ഓ. കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടാൻ വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. അനുമോളുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സർപ്രൈസായി തോന്നിയത് സുരേഷ് ഗോപിയുടെ വരവ് തന്നെയാണ്. അനുവിൻ്റെ കല്യാണം ഇത്രയും വെളുപ്പാങ്കാലത്ത്, അതായത് 4 മണിയോടെയൊക്കെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. 5 മണിയോടെ ഈ വീഡിയോ പുറത്തു വന്നു. എന്ന് വെച്ചാൽ ഈ ഒരു 4 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ് അവർ ആ സമയത്ത് തന്നെ ചടങ്ങുകൾ വേഗത്തിൽ തീർത്ത് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിയാണ്. ഇത്രയും വെളുപ്പാങ്കാലത്ത് പുലർച്ചയ്ക്ക് അനുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് സുരേഷ് ഗോപി MP, അതും ഒരു കേന്ദ്രമന്ത്രി, ഒരു പെൺകുട്ടിയുടെ വിവാഹം കൂടാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ അനുവിനോട് എത്രയധികം സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരിക്കും. സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹവും ഗുരുവായൂർ കണ്ണന്റെ നടയിൽ വെച്ച് തന്നെയാണ് നടന്നത്. അതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയായിരുന്നു. അനുവിന്റെ വിവാഹത്തിന് സുരേഷ് ഗോപി അനുഗ്രഹിക്കാൻ ഓടിയെത്തുകയും ഭുവനേശ്വറിന്റെയും അനുമോളുടെയും കൈ ചേർത്ത് പിടിച്ചു കൊടുക്കുകയും ചെയ്തു. അനുമോളും ഭുവനേശ്വറും സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. ഈ വീഡിയോകളെല്ലാം കാണുമ്പോൾ സുരേഷ് ഗോപി എന്ന അച്ഛനെയാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ കാണുന്നത്. ഒരു നടനെയോ അല്ലെങ്കിൽ മന്ത്രിയെയോ അല്ല, ഒരു മനുഷ്യനെയും. ആ ഒരു മോളുടെ ഒരു കുട്ടി കല്യാണം വിളിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ, സാധാരണ എല്ലാവരും തന്നെ എന്താണ് ചെയ്യുക, റിസപ്ഷനോ മറ്റു ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ അല്ലാതെ ഒരു ദിവസം ഇവരെ കാണും. എന്നാൽ ഇത്രയും വെളുപ്പാങ്കാലത്ത് പുലർച്ചെ അദ്ദേഹം ഓടിയെത്തണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരിക്കും ഓരോ കാര്യങ്ങളിലും. സുരേഷ് ഗോപി എത്തിയത് തന്നെയാണ് അനുവിന്റെ കല്യാണത്തിലെ ഏറ്റവും വലിയ സർപ്രൈസും സന്തോഷവും. ഭുവനേശ്വറുമായുള്ള വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഭുവനേശ്വറുമായി ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് അനുമോൾ തുറന്നു പറഞ്ഞത്. കസവ് സാരിയായി അതീവ സുന്ദരിയായ അനുമോളെ ചിത്രങ്ങളിൽ എല്ലാം നമ്മൾ കണ്ടു. ഗുരുവായൂർ കണ്ണന്റെ മുന്നിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ഭുവനേഷ് അനുമോളുടെ കഴുത്തിൽ താലി ചാർത്തി. മലയാളികൾക്ക് പ്രിയപ്പെട്ടവൾ ഇനി തമിഴ്നാടിന്റെ മരുമകളാണ്. ചിങ്ങം പിറന്ന ശേഷമുള്ള ആദ്യത്തെ താരവിവാഹമാണ് അനുവിൻ്റേത്. പുലർച്ചെ 5:30-ക്കായിരുന്നു ചടങ്ങുകൾ നടന്നത്. താലികെട്ട് കഴിഞ്ഞതിന് പിന്നാലെ വിവാഹ ചിത്രങ്ങളും താലികെട്ടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ വീഡിയോയുമെല്ലാം അനുമോൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം ബ്രൈഡ് ടു ബി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ മാത്രമാണ് വിവാഹ സൂചന നൽകി അനുമോൾ പങ്കുവച്ചത്. അല്ലാതെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് സൂചനകളൊന്നും താരം നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ പുലർച്ചെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കും അതൊരു സർപ്രൈസായി. ഗോൾഡൻ നിറത്തിലുള്ള ഹെവി വർക്കുള്ള ധാവണിയും മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് ദേവതയെ പോലെയാണ് അനുമോൾ താലികെട്ടിനായി എത്തിയത്. ഗോൾഡൻ നിറത്തിലുള്ള കസവ് മുണ്ടും മേൽമുണ്ടുമായിരുന്നു വരന്റെ വേഷം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭുവനേഷും അഭിനേതാവാണ്. തമിഴ്നാട് ആക്ടിംഗ് ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഒട്ടുമിക്ക താരങ്ങളും അനുവിനും ഭുവനേഷിനും ആശംസകൾ നേർന്നെത്തിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ രംഗത്ത് നിന്നുള്ള താരങ്ങളും പ്രേക്ഷകരുമെല്ലാം അനുവിനെയും ഭുവനേഷിനെയും ആശംസകൾ കൊണ്ട് മൂടുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വധുവിനെ വരൻ കൈപ്പിടിച്ച് നൽകിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ ഉത്തരമായിരിക്കുന്നു. അനുവിനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചാണ് ഭുവനേഷും അമ്മയും കൊണ്ടുപോയത്. ഭുവനേഷിന്റെ അച്ഛനെ വീഡിയോകളിലൊന്നും നമ്മൾ കണ്ടില്ല. അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇരു കൈയും നീട്ടിയാണ് ആ അമ്മ മരുമകളെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്.